കൂട്ടുകാരെ, നമ്മളിതേ ഇവിടെ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കണ്ണാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇല്ലിക്കല്ലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ പാറ, കണ്ണാടിപ്പാറ. ഇങ്ങോട്ട് വരുന്ന കണ്ടോ, ഇതുപോലെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. ഇല്ലിക്കല്ലിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇന്ന് തിരിഞ്ഞ് വരണം കേട്ടോ. വണ്ടി പതിപ്പോൾ തിരിക്കാനൊന്നും നമുക്ക് ഇടമുണ്ടാവില്ല. പിന്നെ നമ്മൾ റിവേഴ്സ് എടുത്ത് ബാക്കിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നട്ടുവെച്ച സമയത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാ ഒരു കാറ്റാണെന്നറിയാവോ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നോക്കിക്കേ, ഇവിടെ നന്നായിട്ട് കൈവിരിയൊക്കെ വെച്ച് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ പദ്ധതി, ടൂറിസം പദ്ധതി കണ്ടോ. കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയമായിട്ട് വന്നതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. പക്ഷേ ആ ചൂട് നമുക്കങ്ങനെ തോന്നുന്നില്ല. നമ്മൾ കുട ചൂട് നടക്കുന്നതുകൊണ്ട്. പിന്നെ അത് തന്നെയല്ല, നല്ലൊരു കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചൂടിൻ്റെ ആധിക്യം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടെ പാറയും കൂടെയാണ്, നല്ല വെയിലുള്ള സമയം കൂടിയാണ്. പക്ഷേ ഈ കാറ്റുള്ളത് കൊണ്ട് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വേർക്കൊന്നും ഇല്ലാണ്ട് സുഖം. എന്നിട്ട് ഇവിടെ ആരാണ്ട് മഞ്ഞളൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല, ഇവിടെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വേഗം ഉണങ്ങി കിട്ടുമല്ലോ പാറ ആയതുകൊണ്ടേ. എന്നാ കാറ്റാണെന്നറിയോ ഈ കണ്ണാടിപ്പാറയിൽ. കണ്ണാടിപ്പാറയുടെ ഈ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് മരങ്ങളുടെയൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുവാണ്. പിന്നെ കുറേ ഭാഗമൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വനം വകുപ്പുകാർ തീയിടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ വല്ലതും തീയിട്ടേക്കുന്നതായിരിക്കും. കണ്ടോ, താഴത്തേക്കൊക്കെ നോക്കി എന്നാ രസമാണ്. നമ്മൾ ഇല്ലിക്കല്ലിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന പോലെ ഒരു വ്യൂ പോയിൻ്റ് അല്ലേ. കാണിച്ചു അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഇല്ലിക്കല്ല് കണ്ടോ. ഇവിടെ മൊത്തം മഞ്ഞൾ ഉണങ്ങാനിട്ടേക്കുവാണേ ആൾക്കാർ. നോക്കി എന്ത് രസമാണ് നോക്കി. ജോഷു അവിടെ ഉണ്ട് കേട്ടോ. ജോഷു ആദ്യം പോയി ഇതെല്ലാം എങ്ങനെയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയേക്കുന്നതാണേ. കേട്ടോ, ചുറ്റും നോക്കി ഇവിടെയൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. മഴക്കാലത്ത് വരുമ്പോൾ ഇത് ഈ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് നമുക്ക് തെന്നാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മഴക്കാലത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സീൻ വേറെ ആയിരിക്കും. പിന്നെ അതും തന്നെയല്ല, ഇപ്പോഴത്തെ നമ്മൾ രാവിലെയും പിന്നെ ഇച്ചിരി കൂടി കഴിഞ്ഞൊരു സന്ധ്യ മയക്കളോട് കൂടിയുള്ളൊരു വ്യൂവും ഭയങ്കര ഇതായിരിക്കും. കാരണം പാറയിലൊക്കെ ഇരുന്ന് കൂട്ടുകാരൊക്കെ കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനും നല്ല രസമല്ലേ. ഇപ്പോൾ ഇവിടെ ഈ മഞ്ഞളൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള ആ പഴയ കാല ഓർമ്മകളൊക്കെ അല്ലേ, ഒരു കൂട്ടായ്മയൊക്കെ ഇവിടെ കാണും. കാരണം കേട്ടോ, ഈ മഞ്ഞളൊക്കെ ഇടുന്നവരൊക്കെ ഇങ്ങനെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ ഈ കല്ലിലൊക്കെ ഇരുന്ന് എന്ത് രസമല്ലേ. ഇങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി മടുത്ത് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലൊക്കെ നോക്കി മടുത്ത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ നോക്കിക്കേ, ഈ ചുറ്റും എന്നാ അടിപൊളിയാണ് കാണാനായിട്ട്. ഇതെല്ലാം കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് അടിപൊളിയല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഈ കാറ്റത്ത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് നടന്ന് ഇതിന് അങ്ങോട്ട് ചെല്ലാൻ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സാധിക്കത്തില്ല. നമ്മളെപ്പോലെ മെലിഞ്ഞവർക്ക്. കാരണം ഭയങ്കര ഫോഴ്സിലാണ് കാറ്റ് വീഴുന്നത് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നമുക്ക് വേണമെങ്കിൽ വന്നിങ്ങനെ നിൽക്കാം. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചർ സോണാണ്. വണ്ണമില്ലാത്തവരും വണ്ണമുള്ളവരും ആര് വന്നു നിന്നാലും ഇതിനപ്പുറത്തേക്ക് ഒരു ബൗണ്ടറി കണ്ടോ, ഭയങ്കര കൊക്കയാണ് കേട്ടോ. ഒന്ന് കാല് തെന്നി പോയാൽ നമ്മൾ താഴെ പോയി നിൽക്കത്തുള്ളൂ. ഇവിടെ ഇതിൻ്റെ അറ്റം വരെയൊക്കെ മഞ്ഞൾ ഉണങ്ങാനായിട്ടുണ്ട്. പക്ഷേ ഒരു റിസ്ക്കാണ് കേട്ടോ. നമ്മൾ കുടയൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുമ്പോൾ കുടയൊക്കെ പറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതിന് മേളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാണ്, നല്ല ഫോഴ്സിലാണ് വീശുന്നത്. ഈ മരങ്ങളൊക്കെ കൊഴിഞ്ഞ് നിന്നിട്ട് പോലും ഇത്രയും കാറ്റാണെങ്കിൽ ഈ മരങ്ങളിലൊക്കെ നല്ല ഇലയുള്ള സമയത്ത് എന്നാ ഒരു കാറ്റായിരിക്കും. അതുപോലെ നല്ല മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് ഇവിടെ വന്ന് എൻ്റെ പൊന്നെ പറയാനേ വയ്യ കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ ഈ നട്ടുവെച്ച സമയത്ത് ഇത്രയും കൂളിംഗ് ആണെങ്കിൽ ആ സമയം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാ രസമെന്ന് പറയും, ഭയങ്കര കാറ്റാണ്. നമ്മുടെ കുടയൊക്കെ പറപ്പിച്ചുകൊണ്ട് പോകും. എന്താ ജോഷുവിന് ഇഷ്ടപ്പെട്ടോ? ജോഷുവൊക്കെ കാറ്റ് കൊണ്ട് നല്ല അടിപൊളി കേട്ടോ. എന്നാണ് ദൈവം അനുഗ്രഹിച്ച് നല്ല മഞ്ഞൾ വിളവൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. സോറി കേട്ടോ, കൂവയാണ് കേട്ടോ. സോറി, ഞാൻ ആദ്യം മഞ്ഞളാന്ന് ഓർത്തുകൊണ്ടിരുന്നത്. സോറി കേട്ടോ, കൂവയാണേ. കൂവയുണ്ട്, ഒരു സൈഡിൽ മഞ്ഞളും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൂവയാണ് കേട്ടോ. എല്ലാവരും ഉണങ്ങാനിട്ടിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന, കുറുക്കിനൊക്കെ ഉണ്ടാക്കുന്ന കൂവയാണേ. അടിപൊളി. മഞ്ഞളും ഉണ്ട്, കൂവയുണ്ട് മോനൂസേ.
മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇച്ചിരി കൂടി സൂക്ഷിക്കണം കേട്ടോ. ഈ വഴി തന്നെയല്ല, ഈ പാറയൊക്കെ തെന്നും. ഇപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ എല്ലായിടമൊക്കെ കയറി കാണാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അറ്റത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സോണാണ്. ഒരു സീസണിലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വെള്ളം ഒഴുകി വരുന്ന ഒരു കുഞ്ഞരുവി ഉണ്ടായിരുന്നു എന്ന് തോന്നേ. കണ്ടോ, ഇവിടെ കലുങ്ങൊക്കെ ഉണ്ട് കണ്ടോ, അതിനടിയിൽ കൂടെ വെള്ളം പോകുമായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ അടിപൊളിയായിട്ടൊരു കുഞ്ഞ് കലങ്ങൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ആ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു നല്ല പ്രകൃതി ദൃശ്യങ്ങളും കൂടി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. കൂവ കൃഷി ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കൃഷി ചെയ്ത് വിളവെടുത്ത് അവിടെ അരിഞ്ഞിട്ടേക്കുന്നതാണ് കണ്ടോ. അതിൻ്റെ തണ്ടുകളൊക്കെയാണ് ഈ പറമ്പിൽ കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ കാപ്പി കൃഷിയൊക്കെ ഉണ്ട്, ഇവിടെ കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി. ഈ കണ്ണാടിപ്പാറ കാണാനായിട്ട് ഒരു എന്താ പറയുന്നത്, ഒത്തിരി വലിയ മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തെന്നലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒത്തിരി അടഞ്ഞ മഴയല്ലാത്തൊരു സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ അല്ലാതെ വരുന്നവരാണെങ്കിൽ ഈ ഉച്ച സമയത്തല്ലാതെ നമ്മളീ പറഞ്ഞതുപോലെ മോർണിംഗിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തോ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം പക്ഷേ ഇപ്പോൾ വന്നാലും നമുക്ക് നല്ല ഈ ചൂടൊന്നും അറിയുന്നില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഇച്ചിരി കൂടി നമുക്കെന്താ പറയുന്നത്, ഒരു നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും വരുമ്പോൾ പ്രകൃതിക്ക് വളരെ മനോഹരമായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടോ? ഇനി എങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്നത് നമ്മൾ? അവനിഷ്ടം എപ്പോഴും ഇല്ലിക്കക്കല്ല കേട്ടോ. ഇല്ലിക്കക്കല്ല് ഞങ്ങൾ ഒരു റൗണ്ട് വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് കൂടി എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ.